നമസ്കാരം. രമ്യ ഹരിദാസിനെ അഥവാ പെങ്ങളൂട്ടിയെ തിരുവനന്തപുരത്തെ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ നൂലിൽ കെട്ടി ഇറക്കാനുള്ള പരിശ്രമം ആരംഭിച്ചതോടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 2 SC മണ്ഡലങ്ങളാണ് ആറ്റിങ്ങലും ചിറയൻകീഴും. അവിടെ അർഹരായിട്ടുള്ള പലരുടെയും പേര് വെട്ടിക്കൊണ്ട് സതീശന്റെയും ഒപ്പം തന്നെ UDF കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശിന്റെയും പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇനിയിപ്പോൾ മലബാർ മേഖലയിലോ വടക്കൻ കേരളത്തിലോ ഒരിക്കലും ക്ലച്ച് പിടിക്കില്ല എന്ന് ഉറപ്പായ രമ്യ ഹരിദാസിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നൂലിൽ കെട്ടി ഇറക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് അവസരമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ ചിറയൻകീഴിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്കകത്തുള്ളവർ വലിയ പ്രതിഷേധത്തിലാണ്. അവരുടെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണെങ്കിൽ കലാപം പൊട്ടിപ്പുറപ്പെടും. കോൺഗ്രസിലെ പ്രവർത്തകർ ഒന്നടങ്കം അവിടെ രമ്യ ഹരിദാസിന് വേണ്ടി പ്രവർത്തിക്കാൻ പോലും ഇറങ്ങാത്ത അവസ്ഥയുണ്ട്. ഒരു കണക്കിന് അവർ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട്. ഈ വിറക് കീറാനും വെള്ളം കോരാനും ചിലരും, എന്നാൽ ഏറ്റവും ഒടുവിൽ അവിടെ വന്നിട്ട് ഇതുപോലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് പോകാൻ നേതാക്കന്മാരുടെ തൽപര കക്ഷികളെ കൊണ്ടുവരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? അർഹതപ്പെട്ട 5 പേരുടെ ലിസ്റ്റ് DCC KPCCക്ക് കൈമാറിയതാണ്. ആ ലിസ്റ്റിൽപ്പെട്ടവരെല്ലാം അർഹതപ്പെട്ട യോഗ്യരായിട്ടുള്ളവരാണ്. കാര്യം അവരും ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ അധികാര കേന്ദ്രങ്ങളിൽ എത്തുക എന്നുള്ള ആഗ്രഹമാണല്ലോ. അതിനുവേണ്ടി മണ്ഡലത്തിൽ അശ്രാന്ത പരിശ്രമം നടത്തിയ 5 പേരുണ്ട്. ആ പേരുകളെ എല്ലാം വെട്ടി അവർ അയോഗ്യരാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അങ്ങ് ആലത്തൂരിൽ നിന്ന് തോറ്റു തുന്നമ്പാടി തൊട്ടടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിലും പരാജയപ്പെട്ടതിന് ശേഷം അവിടെ എങ്ങും ഇനി രക്ഷയില്ല, നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുവരാം. അതെന്തിന്റെ താല്പര്യപ്രകാരം? അടൂർ പ്രകാശിനോടൊപ്പമുള്ള സഹപ്രവർത്തകയായിരുന്നു രമ്യ ഹരിദാസ്. 2 പേരും ലോക്സഭാ MP-മാരായിരുന്നല്ലോ. പിന്നീട് അവിടെ എങ്ങും രക്ഷയില്ല, ചേലക്കരയിൽ തോറ്റതിന് ശേഷം വീണ്ടും ആ മണ്ഡലത്തിൽ പോയി പ്രവർത്തിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രമ്യ ഹരിദാസിന് അവിടെ പരിശ്രമിക്കാമായിരുന്നു. പോരാ, സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങൾ തേടണം. അതിനുവേണ്ടിയാണ് വടക്കൻ കേരളത്തിലെ റിസർവേഷൻ മണ്ഡലങ്ങളിൽ ഒന്നും മത്സരിക്കാതെ നേരെ തലസ്ഥാനത്തേക്ക് വരുമ്പോൾ വലിയ അസംതൃപ്തിയായി മാറുന്നത്. കാര്യം അടൂർ പ്രകാശിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉൾപ്പെടുന്നതാണ് ഈ ചിറയൻകീഴ് മണ്ഡലം. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം, എനിക്കതിനുള്ള സ്വാധീനമുണ്ട് എന്ന നിലയ്ക്ക് നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇമാതിരിയുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അത് ചെറുക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ മണ്ഡലത്തിൽ നിന്ന് 5 പേരുടെ പട്ടികയാണ് നിലവിൽ DCC കൊടുത്തതെന്ന് നേരത്തെ പറഞ്ഞു. അത് ആരൊക്കെയാണെന്ന് കൂടി നിങ്ങൾ അറിയണം. BS അനൂപ് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആണ്, നേരത്തെ മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹവും അവിടെ യോഗ്യനാണ്. രണ്ടാമത് KS അജിത് കുമാർ DCC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹവും പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മത്സരിക്കാൻ യോഗ്യനാണ്, വിജയസാധ്യതയുള്ള കാൻഡിഡേറ്റ് ആണ്. പിന്നീട് മൂന്നാമത് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള G ലീന വനിതാ കാൻഡിഡേറ്റ് ആണ്. കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി തലസ്ഥാനത്ത് പല സമരങ്ങളിലും എല്ലാം പങ്കെടുക്കുന്ന മുഖമാണ്. അങ്ങനെയുള്ള ലീന എന്ന വനിതാ കാൻഡിഡേറ്റിനെയും വെട്ടിയിട്ട് അതിനു പുറമെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മനോജ് മോഹൻ, ഇങ്ങനെ 5 യോഗ്യരായിട്ടുള്ളവരുടെ പട്ടിക. കാര്യം ആ മണ്ഡലത്തിൽ ഇവരെല്ലാം സുപരിചിതരാണ്, കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർ ഇവിടെ പ്രവർത്തന രംഗത്തുണ്ട്, അവർക്ക് മത്സരിക്കാൻ മറ്റൊരു ഡീമെറിറ്റുകളുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഒഴിവാക്കിയിട്ട് പൊടുന്നനെ ഈ പെങ്ങളൂട്ടിയെ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു അടിച്ചേൽപ്പിക്കലുണ്ട്. സ്വാഭാവികമായിട്ടും പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അസംതൃപ്തരാണ്. അങ്ങനെ മണ്ഡലത്തിന് പുറത്തുള്ള ലോക്സഭയിലും ഒപ്പം തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതിന് ശേഷം അവിടങ്ങളിലുള്ള ഒരു റിസർവേഷൻ സീറ്റുകളിലും പരിഗണിക്കാതെ ഇങ്ങ് തലസ്ഥാനത്തെ ചിറയൻകീഴ് കൊണ്ടുവരുന്നത് പ്രത്യേക താല്പര്യപ്രകാരമാണെന്നുള്ള അവരുടെ നിലപാട് അതൊരു കണക്കിന് ന്യായമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള മാടമ്പി നേതാക്കന്മാർ അടിച്ചേൽപ്പിച്ചാൽ അങ്ങ് തമ്പ്രാനെ എന്ന് വിളിച്ച് അനുസരിക്കേണ്ടവരല്ലല്ലോ ഒരു പാർട്ടിയിലെ അണികൾ. അവർ ഒരു തീരുമാനം മുന്നോട്ട് അറിയിക്കുമ്പോൾ അവരൊന്നും വേണ്ട, ഞങ്ങൾ പറയുന്നവരെ അവിടെ മത്സരിപ്പിച്ചോളാം എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടി അണികളെക്കാൾ വലുത്, അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി നേതാക്കന്മാരെക്കാളും വലുതായിട്ട് മറ്റെന്തൊക്കെയോ താല്പര്യം കൊണ്ട് ഒരാളെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ആ നേതാക്കന്മാരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് എന്താണ് പോരായ്മ എന്ന് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താതെ ഇങ്ങനെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസംതൃപ്തി ഉണ്ടാകും, അതിന്റെ പേരിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അതിനെ പാർട്ടിയുടെ റിബൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിലുള്ള പൊട്ടിത്തെറി എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാനുള്ളതല്ല
ഒരു മണ്ഡലവും അത് പഴയ കാലഘട്ടമാണെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള അസംതൃപ്തികൾ പലയിടങ്ങളിലും ചർച്ചാ വിഷയമായിട്ടുണ്ട്. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പ്രഖ്യാപനം വന്നാൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ.